ഗുഡ് മോർണിംഗ് ആർ.എൻ. ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. കാരണം ഒരു വർക്കിൻ്റെ പൂർണ്ണത കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് വുഡ് കാർവിങ്ങിനെ പറ്റിയിട്ടാണ്. തടിയിലുള്ള കൊത്തുപണികൾ. തൻ്റെ പണിയായുധം കൊണ്ട് തടിയിൽ കൊത്തിയെടുക്കുന്ന ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമകളെ സൃഷ്ടിക്കുന്ന അപൂർവ സിദ്ധിയുള്ള ഒരു കലാകാരനെയാണ് ഇന്ന് ഞാൻ ആർ.എൻ. ബ്ലോഗ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇതാണ് പുഷ്പാരനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പരമ്പരാഗതമായിട്ട് തച്ചുശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു കഴിവാണ് അദ്ദേഹത്തിനുള്ളത്. ഇതിപ്പോൾ എത്ര വർഷമായി പുഷ്പാരൻ ഇതിപ്പോൾ ഒരു 25 വർഷത്തോളം 30 വർഷത്തോളം ഉണ്ടാവും ഇത് തുടർച്ചയായിട്ടുണ്ട്. അപ്പോൾ അധികവും ക്ഷേത്ര കലകളിലാണ് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അധികവും കൊത്തുപണികൾ, ഈ മരത്തിൽ കൊടുക്കുന്ന കൊത്തുപണികൾ അധികവും ക്ഷേത്രങ്ങളുടെ ശില്പങ്ങളും കാര്യങ്ങളാണ്. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇതിന് വർക്ക് ചെയ്തിട്ടുള്ളത്? പുറത്ത് തമിഴ്നാട്ടിൽ പണിതുണ്ട്, പിന്നെ വയനാട്, ചാലക്കുടി, പിന്നെ എറണാകുളം, പിന്നെ ഇവിടെ അമ്പല്ലൂർ, കുണ്ടുക അമ്പലത്തിൽ, അവിടെയാണ് തുടക്കം. അപ്പോൾ ഇത് അധികവും ക്ഷേത്രങ്ങളിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തച്ചുശാസ്ത്രത്തിനെ പറ്റിയിട്ട് എന്താണ് പുഷ്പാരൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? അറിവ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണത്? അത് വലിയ ആൾക്കാർ ചെയ്യുന്നതല്ലേ. അല്ല, പുഷ്പാരൻ എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് കിട്ടിയ ഇതൊരു കഴിവ്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു കോഴ്സ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അച്ഛനൊക്കെ അച്ഛൻ ചെയ്യണ കണ്ടിട്ട്, പിന്നെ നമ്മുടെ കാർന്നന്മാരെ കൂടെ തന്നെ പോയിട്ട് കണ്ട് പഠിച്ചുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു രൂപം നമ്മൾ മനസ്സിൽ വരുമ്പോൾ അത് കൊത്തുപണി, അപ്പോൾ അതിൻ്റെ അളവുകളും അതിൻ്റെ ഏത് രൂപത്തിലായിരിക്കണം അങ്ങനെയൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ? ആ രീതിയിലാണ് അത് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ ചെയ്യും. പിന്നെ ഈശ്വരൻ്റെ ഒരു കടാക്ഷം കൊണ്ട് ചെയ്യണ്. ഈ മരങ്ങളൊക്കെ അത് ഏത് മരത്തിലും നമുക്ക് ചെയ്യാം? എല്ലാ മരത്തിലും ചെയ്യാം. അത് ഇന്ന മരത്തിൽ കൂടുതൽ ഭംഗി ഫിഗറൊക്കെ കൊത്തുമ്പോൾ കുമിഴ്, പിന്നെ തേക്ക്, എല്ലാ മരത്തിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുഷ്പാരൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമ്മുടെ ദാസേട്ടനെയാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. ഇത് ഏത് മരത്തിലാണ് ഇത് കുമിഴ്. അപ്പോൾ ഇതിൽ ശരിക്ക് നമ്മൾ ഈ ദാസേട്ടനെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകം ഒരു പ്രത്യേകതയിൽ തോന്നി. നമ്മൾ സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ആളുടെ ഒരു പ്രതിഫലനം നമുക്ക് കാണാം. ഇതിൽ പകുതിയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഫേസ് കറക്റ്റ് ഒന്നും നമുക്കിതിൽ പ്രത്യേകിച്ച് ഒരു പറയാനോ ഒരു ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നുമില്ല. അത്രയും ഭംഗിയായിട്ട് ആളത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വേറെ ഏതെങ്കിലും മോഹൻലാലിനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൂട്ടുകാരന് കൊടുത്തു. അതെല്ലാം ചിലവായി. പിന്നെ ഒരു ദാസണ്ണ ചെയ്ത് നമ്മുടെ ബേബി മാഷ ആളുടെ ശിഷ്യന് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ണമ്പേട്ട സ്കൂളിൽ പഠിപ്പിക്കുന്ന ബേബി മാഷ്. ഇപ്പോൾ ഏതെങ്കിലും ഓർഡറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ചെയ്യാനൊന്നും പറ്റും അല്ലേ? അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിൻ്റെ ഒരു മോഡൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ പണിത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അമ്പലങ്ങളെ ആളോട് ചോദിച്ചു ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആൾക്ക് ഈ കൊത്തുപണികൾ, ക്ഷേത്രങ്ങളോട് റിലേറ്റഡ് ആയിട്ടുള്ള പണികളാണ് ആളധികവും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ആളുടെ ഒരുപാട് കാലത്ത് വെച്ചാൽ ഒരു 25 വർഷമായി 25 വർഷമായിട്ട് പല അമ്പലങ്ങളിലും
അതുപോലെ പള്ളികളിൽ യേശു ക്രിസ്തുവിനെ, അങ്ങനെ പല പല വർക്കുകൾ ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ആൾ ചെയ്ത വർക്കുകളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് ആളുടെ കയ്യിൽ, കുറേ ഫോട്ടോസൊക്കെ ആളുടെ കയ്യിൽ മിസ്സായി. അപ്പോൾ ആ ഫോട്ടോസ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, പുഷ്പാരൻ എന്താണ് ചെയ്തത്, എത്ര കാലം മുമ്പ് വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ധാരണ കൂടി നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പം ഏത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലത്തെ വർക്കാണ് ചെയ്യുന്നത്. വാതിലിൻ്റെ, ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ വർക്ക്. അപ്പോൾ ഈ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുടെ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ വിളിച്ചത്. പക്ഷെ അതിൻ്റെ കുറച്ച് വർക്ക്, അതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ ടൈം ലാപ്സിൽ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് എത്ര കണ്ട് മൈന്യൂട്ട്, അത്രയും ഈ ചെറിയ വർക്കാണ് അധികം ബുദ്ധിമുട്ട്. വലിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ, വലിയ രൂപങ്ങൾ ഉണ്ടാക്കാൻ സുഖമാണ്, അത്രയും ബുദ്ധിമുട്ട്. ചെറുത്ത് ആകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ ഇതുപോലെ കൊത്തുപണികൾ ചെയ്ത് ആരും പുറത്തേക്ക് അധികവും അറിയാതെ കണ്ട് ഇങ്ങനെ വെറും ഒരു ഫ്രെയിമിനുള്ളിൽ മാത്രം ഒതുങ്ങി കൂടി നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഞാനിതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരാളാണ് പുഷ്പാകരൻ. വളരെ കഴിവുള്ള, എന്നുവെച്ചാൽ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തനിമ, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗിയോടുകൂടി കൊത്തിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് പുഷ്പാകരനുണ്ട്. അപ്പോൾ നമുക്ക് ആളുടെ പണിസ്ഥലത്ത് നമുക്ക് പോവാം. വർക്ക്ഷോപ്പ് കാണിച്ചു തരാം ഞാൻ.
ഇതാണ് ഈ കൊത്തുപണികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ടൂൾസാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഏത് രീതിയിലാണ് നമുക്ക് പുഷ്പാറിനോട് നിന്ന് ചോദിക്കാം. ഇതിലിപ്പോൾ എത്ര തരം ഇതുണ്ട്, ആയുധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുന്നത്? ഇത് തോടനുള്ളി എന്ന് പറയും, പിന്നെ ഇത് ഹാഫ് റൗണ്ട് ഉള്ളി, പിന്നെ ഇത് സാധാ നമ്മുടെ മട്ടം ഉള്ളി, പിന്നെ ഇത് കീറ്റുള്ളി. കീറ്റുള്ളി പിന്നെ വരകളൊക്കെ ഇടണ ഉള്ളികൾ. ഉള്ളികൾ അധികം പുറത്തുനിന്ന് വാങ്ങിച്ചതാണോ സ്വയം? കുറച്ച് ഉള്ളി ഞാൻ ഉണ്ടാക്കി, പിന്നെ കുറച്ച് പുറത്തുനിന്ന് വാങ്ങും. ഇതിൽ മറ്റ് ഈ ഗ്രൈൻഡർ അങ്ങനെ കട്ടിങ് യന്ത്രം അങ്ങനെ ഒരു ഉപയോഗമൊന്നുമില്ല, മോട്ടറോ? ഇല്ല, ഇത് ഇലക്ട്രോണിക് ഉണ്ട്, ചെറുതായി മിനുസപ്പെടുത്താനൊക്കെ. മറ്റുള്ള എല്ലാം മാനുവലാണ്. അതെ, നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. ഇതിന്റെ മൂർച്ച കൂട്ടാനും ഇതിനൊക്കെ നമ്മൾ സാധാരണ പേപ്പർ എടുത്ത് സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് സാൻഡ് പേപ്പർ വെച്ചിട്ട് തേച്ചെടുക്കും. ചരിത്രപരമായിട്ട് ഇപ്പൊ പാരമ്പര്യമായിട്ട് അച്ഛനും ഈ കൊത്തുപണികളിലൊക്കെ അച്ഛൻ കൊത്തുപണി ചെയ്യും. പിന്നെ അച്ഛൻ പണിയുന്നത് കണ്ടിട്ടില്ലേ, ഓർമ്മയില്ല. അതന്നെ, അച്ഛനും പാപ്പന്മാര് അവരെല്ലാം കൊത്തുപണികളും ഫർണിച്ചർ അമ്പലപ്പണി ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും പുഷ്പാരൻ ഇത്ര നേരം സമയം നമ്മളുടെ കൂടെ ഇരുന്നതിൽ വളരെയധികം സന്തോഷം. ആൾ തിരക്കിൻ്റെ ഇടയിലും ഇന്നൊരു യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനൊരു ഷോർട്ട് ഇൻ്റർവ്യൂ തരപ്പെടുത്തിയത്. അപ്പോൾ ഇതുപോലെ ഇനിയും കൂടുതൽ ഓർഡറുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തന്നെ കൊത്തുപണികൾ ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് വീടുകളിൽ എന്തെങ്കിലും നമ്മളുടെ ഭഗവാന്റെ രൂപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളെ സമീപിക്കാം. ആളുടെ നമ്പറും ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പുഷ്പാർ ഇത്ര നേരം നമ്മുടെ കൂടെ ഇരുന്നതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് ഓർഡറുകൾ വരട്ടെ, ഓർഡറുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് എനിക്ക് അറിയാം, പൂർണ്ണമായ ബോധ്യമുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ RN Vlogs ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഈ കലാകാരൻ്റെ കഴിവ് നിങ്ങൾ നേരിട്ട് കണ്ടതാണ്, ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ എത്രയോ മേഖലകളിൽ എത്രയോ പല രീതികളിലുള്ള കഴിവുള്ള കലാകാരന്മാർ നമ്മൾക്ക് ചുറ്റും ധാരാളമുണ്ട്. പക്ഷേ അവർക്കൊന്നും ജനങ്ങളിലേക്ക് എത്താനോ പൊതുമേഖലകളിലേക്ക് എത്താനോ അവർക്കൊന്നും ഒരു വഴി കിട്ടുന്നില്ല. അവരെ അറിയപ്പെടാതെ പോവുകയാണ്. അവരങ്ങനെ കാലം കഴിഞ്ഞ് മൺമറഞ്ഞു പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു കലയെ എങ്ങനെ നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കാം, ഏതു തരത്തിൽ അത് എങ്ങനെ നമ്മളുടെ അധികാരികളിലേക്ക് എത്തിക്കാം എന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതിൻ്റെ മറുപടി അയയ്ക്കുക. ഉടനെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയുമായി RN Vlogs നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും RN Vlogs സൈനിങ് ഓഫ്.